രണ്ട് ഗാലക്സികൾ ഒന്നിച്ചു ചേരുന്നത് കാണിക്കുന്ന നാസ പുറത്തുവിട്ട കോസ്മിക് ചിത്രമാണിത്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ പ്രവർത്തനങ്ങളുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വെള്ളിയാഴ്ച ചിത്രം പുറത്തിറക്കിയത്. 2021 ഡിസംബർ 25-ന് വിക്ഷേപിച്ച ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ കണ്ടെത്താൻ ഗവേഷകരെ സഹായിക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങൾ മുൻപും പകർത്തിയിട്ടുണ്ട്. നാസ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, കനേഡിയൻ ബഹിരാകാശ ഏജൻസി എന്നിവ ഉൾപ്പെടുന്ന സംയുക്ത പദ്ധതിയാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി. ഭൂമിയെ ചുറ്റുന്ന ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്ന് വ്യത്യസ്തമായി ജെയിംസ് വെബ് ഭൂമിയിൽ നിന്ന് ഏകദേശം 1 ദശലക്ഷം മൈൽ അകലെയാണ് സൂര്യനെ ചുറ്റുന്നത്. നാസ പുറത്തുവിട്ട ചിത്രത്തിൽ കാണുന്നത് ആർപ് 142 എന്നറിയപ്പെടുന്ന 2 ഗാലക്സികളാണ്. എന്നാൽ ഇവയ്ക്ക് പെൻഗ്വിൻ എന്നും എഗ് എന്നും വിളിപ്പേരുണ്ട്. ഇതിൽ പെൻഗ്വിൻ അവ്യക്തമായ ചുരുളുകളുള്ള ഗാലക്സിയാണ്. അതിന്റെ മധ്യഭാഗം ഒരു പെൻഗ്വിനോട് സാദൃശ്യം തോന്നാം. അതേസമയം എഗ് എന്നതിന് മുട്ടയുടെ ആകൃതിയോട് സാമ്യമുള്ളതായി വിയോൺ റിപ്പോർട്ട് ചെയ്യുന്നു. പെൻഗ്വിൻ, എഗ് എന്നീ ഗാലക്സികൾ ഏകദേശം 1 ലക്ഷം പ്രകാശവർഷം അകലെയായിരിക്കാനാണ് സാധ്യത. എന്നാൽ ഇവയുടെ ഗുരുത്വാകർഷണം മൂലം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആത്യന്തികമായി ഒരൊറ്റ ഗാലക്സിയായി ലയിക്കുന്നതിന് മുൻപ് ഇവ ഒന്നിലധികം തവണ പരസ്പരം ചുറ്റുന്നു. നാസ പുറത്തുവിട്ട ചിത്രം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇത് ഗാലക്സികളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് കാണാം. ചിലത് സർപ്പിൾ ആകൃതിയിലും ഓവൽ ആകൃതിയിലും കാണപ്പെടുന്നു. മറ്റുള്ളവ ആകൃതിയില്ലാത്ത ഡോട്ടുകളായി ചിതറിക്കിടക്കുന്നുമുണ്ട്. ഹബിൾ ടെലസ്കോപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ വലിയ പൊടിപടലങ്ങൾക്കുള്ളിൽ നിന്നും ഗാലക്സികളെ വ്യക്തമായി തിരിച്ചറിയാൻ ജെയിംസ് വെബിന് കഴിയുമെന്നും അവ രൂപപ്പെടുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ തങ്ങളെ സഹായിക്കുമെന്നും വാഷിംഗ്ടണിലെ നാസ ആസ്ഥാനത്തെ ആസ്ട്രോഫിസിക്സ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ മാർക്ക് ലാംബിൻ പറയുന്നു. മാത്രമല്ല, ഗാലക്സികൾ കണ്ടെത്തുന്നതിനുമപ്പുറം എക്സോ പ്ലാനറ്റുകളുടെയും സൗരയുധത്തിനപ്പുറമുള്ള ഗ്രഹങ്ങളുടെയും രൂപീകരണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അവയ്ക്ക് ജീവൻ നിലനിർത്താൻ കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.